ഓക്കെ, മലപ്പുറത്ത് സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. മുബഷീർ നമുക്ക് പോകുന്നത്. മുബഷീർ, എന്താണ് സംഭവിച്ചത്? ആരാണ് തടഞ്ഞത്? സ്മൃതി, എന്താണ് സംഭവിച്ചതെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ കൃത്യമായുള്ള മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. വിചിത്ര മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കാത്തത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് അനുവദിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പകർത്താറുള്ളത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ മലപ്പുറത്ത് എന്തോ വിചിത്രമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇതിനെ ഉദ്യോഗസ്ഥർ കാണുന്നത്. ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ലെന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ തന്നെ, ഇവിടെ എത്തിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ജനാധിപത്യ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് മാധ്യമപ്രവർത്തനത്തിൽ തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത്. വിശേഷം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ തന്നെ UDF സമാനമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ പോളിംഗിന് ശേഷം സ്ട്രോങ് റൂമുകൾ, അതായത് വിവിധ മേഖലകൾ തുറക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണം UDF ഉന്നയിച്ചിരുന്നു. അത്തരം ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായുള്ള മറുപടി പറയാൻ സാധിക്കുന്നില്ല. മാധ്യമങ്ങൾക്കൊരു അപ്രഖ്യാപിത വിലക്ക് ഇവിടെ ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് ഇത് പകർത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ബാക്കിയിടങ്ങളിലൊക്കെ തന്നെ സ്ട്രോങ് റൂം തുറന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായുള്ള മറുപടി പറയാൻ ജില്ലാ ഭരണകൂടം, ജില്ലാ വരണാധികാരി കൂടെയുള്ള ജില്ലാ കളക്ടർക്ക് സാധിക്കുന്നില്ല. നിരവധി ആളുകൾ ഇതിനുള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോഴും മാധ്യമങ്ങളെ കയറ്റിവിടുന്നില്ല, ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നില്ല. ജില്ലാ കളക്ടറോട് സംസാരിക്കാനും സാധിക്കുന്നില്ല. അദ്ദേഹത്തെ മൊബൈലിൽ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽസ് ആണ് എടുത്ത് സംസാരിക്കുന്നത്. ജില്ലാ കളക്ടറോട് സംസാരിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ബാക്കി ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശമാണോ അത്? തീർച്ചയായും കളക്ടറുടെ നിർദ്ദേശം എന്നുള്ളതാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ബാക്കിയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒഫീഷ്യൽസ് ഒക്കെ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് എന്ന ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഗവൺമെന്റ് സംവിധാനം, PRD പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുമ്പും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇതേപോലെ തിരക്ക് വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പുതിയ ചട്ടങ്ങളും പരിഷ്കരണങ്ങളുമാണ്. എന്തോ ആവട്ടെ, നമ്മളെന്തായാലും തർക്കിക്കാനില്ല. ഇത്തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ. ഈ സ്ട്രോങ് റൂം ആണ് എന്ന് ബോധിപ്പിക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. വലിയ ആരോപണങ്ങൾ തെറ്റായിട്ട് എഴുതി വെക്കുക, പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി മറന്നു വെക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംശയം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ, അവരുടെ മേലിൽ കുതിര കയറുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. വിനീതമായ അഭിപ്രായമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നമ്മൾ യുദ്ധത്തിനില്ല. കാര്യം ഏറെക്കുറെ ഭംഗിയായി തന്നെ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്.